അപ്പം നമുക്ക് ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ഈ ലഹരി വിപത്തിനെ കുറിച്ചിട്ടൊരു കാർട്ടൂണാണ് ഞാൻ വരയ്ക്കുന്നത്. ലഹരി വിപത്തിനെക്കുറിച്ച് ഞാൻ നിരവധി കാർട്ടൂൺ എക്സിബിഷനുകൾ പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. പല സ്കൂളുകളിലും മറ്റ് പബ്ലിക് വേദികളിലുമൊക്കെ ആയിട്ട് നിരവധി ഈ ലഹരിയുടെ ദോഷവശങ്ങൾ പറ്റി ബോധവൽക്കരിക്കുന്ന നിരവധി എക്സിബിഷനുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ അതിന് MLA മാരും MP മാരും മറ്റ് ഒരുപാട് നേതാക്കൾ ഇത് കണ്ട ഒരുപാട് നേതാക്കൾ, ഇപ്പോൾ ശശി തരൂരൊക്കെ ഉൾപ്പെടെ നിരവധി നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയും ഇത് ഒരുപാട് നിരവധി സ്കൂളുകളിൽ ഇത് എല്ലാ സ്കൂളുകളിലും ഇത് കാണിക്കണമെന്ന് തന്നെ അവർ ആവശ്യപ്പെട്ടു. അത് ഔദ്യോഗികമായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കി അത് സ്കൂളുകൾ വഴി കാണിക്കണമെന്നാണ് ഒരുമാതിരി വിവരമുള്ളവരെല്ലാവരും ആവശ്യപ്പെട്ടത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ നമ്മുടെ കുറച്ച് നാൾ മുമ്പാണ് എക്സൈസ് വകുപ്പിൽ കമ്മീഷണറെ ചെന്ന് എക്സൈസ് കമ്മീഷണറെ പോയി കണ്ടു. എക്സൈസ് കമ്മീഷണർ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എനിക്ക് തരണം, അതിന് ചിലവാകുന്ന സാമ്പത്തിക കാര്യങ്ങൾ, അതിൻ്റെ ഒരു സ്കീമിന് ഉള്ള എല്ലാ വിവരങ്ങളും എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ നന്ദാവനത്തുള്ള ഈ മറ്റേ എക്സൈസിൻ്റെ ഓഫീസിൽ പോയി. അപ്പോൾ 2-3 കമ്മീഷണർമാരുണ്ട്. പല കമ്മീഷണർമാരുടെ ഒരു 2-3 കമ്മീഷണർമാരുടെ ഒരു യോഗത്തിലാണ് ഈ കാര്യങ്ങളിലൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ മെയിൻ വിമുക്തിയുടെ ഒരു കമ്മീഷണർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം പറയുന്നത്, നമുക്ക് ഇപ്പം തന്നെ ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര പ്രതിഫലം തന്നിട്ട് നമുക്കിത് എല്ലാ സ്കൂളുകളിലും ഇത് പ്രദർശിപ്പിക്കണം, പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്കും മറ്റ് 2 കമ്മീഷണർമാർ അതങ്ങ് ഉടക്കിട്ടു. അവർ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ, നിങ്ങളുടെ ഈ കാർട്ടൂൺ കണ്ടെന്ന് പറഞ്ഞ് ആളുകൾ ലഹരി ഉപയോഗം നിർത്തുമോയെന്നാണ് അവർ ചോദിച്ചത്. ഈ ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന സർക്കാരിൻ്റെ വിമുക്തി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന കമ്മീഷണർമാരാണ് ഇത് ചോദിക്കുന്നതെന്ന് ഓർക്കണം. എത്ര ലജ്ജാകരവും വിവരക്കേടുമാണ് ഇവർ പറഞ്ഞത്. ഒരു അധികാരസ്ഥാനത്തിരിക്കുന്നവർ ആണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ഇതിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം രൂപയാണ് ചിലവാക്കുന്നത്. ഞാൻ അന്നേരം ചോദിച്ചു, സാറിൻ്റെ ഈ KSRTC ബസ്സിലൊക്കെ ഇങ്ങനെ ലഹരിക്കെതിരെ പോസ്റ്റർ എഴുതി പിണറായി വിജയൻ്റെ തലയും കൂടെ വെച്ച് കൊടുത്താൽ ആരെങ്കിലും ഇത് കണ്ടിട്ട് മദ്യപാനമോ ലഹരിയോ നിർത്തുമോ? സർക്കാരിൻ്റെ എല്ലാ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇതുപോലെ തന്നെയാണ്. പക്ഷെ അതുപോലെയല്ല സ്കൂളിൽ എന്ന് പറയുന്നത്. സ്കൂളിൽ ഈ കുട്ടികൾ കാണുന്ന സ്ഥലങ്ങളിൽ ഇത് പ്രദർശിപ്പിക്കുകയും അവരെ അത് നിരന്തരം കാണിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ഒരു കുട്ടിയെങ്കിലും മാറിയാൽ അത്രയായെന്ന് ഉള്ള ഒരിതാണ്. അപ്പം അങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ഈ ലഹരി വിമുക്ത പരിപാടിയുടെ കാര്യങ്ങൾ അതുപോലെയാണ്. അതുപോലെ ഈ ലഹരി വിമുക്ത പരിപാടിക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാർ വരെയും രാവിലെ അടിച്ച് ഫിറ്റായിട്ടാണ് പോകുന്നത്. അതാണ് അവസ്ഥ. അപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം കൂടിയപ്പോഴത്തേക്കും സർക്കാർ അങ്ങ് സടകുട എണീറ്റു. ലഹരിയുടെ മൊത്ത ചില്ലറ വ്യാപാരികളെല്ലാവരും ലഹരിക്കെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങി. ഇപ്പം ഇദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്, മദ്യപിക്കുന്നവരെ പാർട്ടിക്ക് വേണ്ട, മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, മദ്യം വിറ്റുമോ പക്ഷേ മദ്യം കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ തമാശ പരിപാടികളും പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കോട്ടയം സമ്മേളനത്തിൽ അച്യുതാനന്ദനെ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ കോവിയതിൻ്റെ പേരിൽ പിണറായി വിജയൻ വന്ന് പറഞ്ഞ പ്രസംഗമൊക്കെ നമ്മൾ ഈ വീഡിയോ വഴി കേട്ടിട്ടുണ്ട്. കുടിച്ചാൽ വയറ്റിൽ കിടക്കണം, അല്ലാണ്ട് ഇങ്ങനെ കൂയോ ബഹളം വയ്ക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അപ്പം മദ്യപാനം CPM-ന് ഒരിക്കലും ഒരു മോശം കാര്യമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. മദ്യപാനവും ലഹരിയുടെ ഉപയോഗം ലഹരി വിൽക്കുന്നവരും ലഹരി ഒരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കുന്നവരും ഒക്കെ ഉണ്ട്. ഈ DYFI-യിലും
CPM-ലും ഒക്കെ എല്ലാ പാർട്ടികളിലും ഉണ്ട്, ഇവരിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇപ്പം തന്നെ ഈ ഒരു പുതിയ സംഭവം നമ്മളറിയുന്നത്, നമ്മുടെ പ്രതിഭ MLA-യുടെ മകനെ ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ ഇപ്പം വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതാണ് അവസ്ഥ. CPM-ലെ നേതാക്കന്മാരുടെ ആരും ഒരു ലഹരിക്കേസിലോ എന്ത് കേസിൽപ്പെട്ടാലും അവർ രക്ഷപ്പെടും. ലഹരിക്കേസിൽപ്പെട്ടാൽ പ്രത്യേകിച്ചും അവർ ഊരിപ്പോകും എന്നുള്ളത് 100%, 101% ഉറപ്പാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ നമ്മൾ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. അതായത് വെറും പ്രഹസനമാണ് ഇവർ നടത്തുന്നത്, വെറും പ്രഹസനം. DYFI ഏതാണ്ട് മറ്റേ പന്തംകുളത്തി പ്രകടനമൊക്കെയാണ് ഈ ലഹരിക്കെതിരെ നടന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ലഹരിയൊക്കെ അങ്ങ് നാട് വിട്ടു പോകും ഇവരുടെ പന്തം കാണുമ്പോഴത്തേക്കും. തമാശ പരിപാടികളാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഈ ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു കാർട്ടൂണാണ് ഞാനിന്ന് വരയ്ക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകരും ലൈക്കും ഷെയറും കമൻറ്റും മറ്റ് വേണ്ട സാധനങ്ങളെല്ലാം വാരിക്കോരി തന്ന് ഈ പ്രസ്ഥാനത്തിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വരയിലോട്ട് കിടക്കാം. ഇതാണ് കാർട്ടൂണിൻ്റെ റഫ്. ഇതാണ് ലഹരി എന്ന മാരക ചെകുത്താൻ്റെ മടിയിൽ മയങ്ങുന്ന ഭരണാധികാരിയാണ്. ഈ ലഹരിക്കെതിരെ പോരാടാനായിട്ട് സർക്കാരിനൊപ്പം സമൂഹവും ചേരണമെന്നാണ് നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത്. ഗോവിന്ദൻ ഈയിടെ കുറേ തമാശകൾ പറയാറുണ്ട്. അത് കണക്ക് മറ്റൊരു തമാശയായിട്ട് ഇതിനും കണ്ടാൽ മതി. അല്ലാണ്ട് സമൂഹം ചേർന്നിട്ടൊന്നുമല്ല, ഇവരാണ് അതിനെതിരെ കൂടുതൽ രംഗത്തുള്ളത്. പിന്നെ ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ്, വിമുക്തിക്ക് 1 മാസമായി ജില്ലകളിൽ കോർഡിനേറ്റർമാരില്ല. വിമുക്തി എന്നും പറഞ്ഞൊരു സംഭവം ഇതിനെ ബോധവൽക്കരിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് വേണ്ട ഉദ്യോഗസ്ഥന്മാരൊന്നുമില്ല. പക്ഷേ എന്നിട്ടാണ് ഈ ലഹരിക്കെതിരെ പോരാടുന്നവരാണ് മറ്റേ പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങാനായിട്ട്. അതായത് സംസ്ഥാനത്തിന് വേണ്ടത്ര മദ്യം ഇല്ല, സംസ്ഥാനത്തിന് ആവശ്യമായ മദ്യം എത്തിക്കാനായിട്ട് ഈ മദ്യ കമ്പനി കൊണ്ടുവരാനായിട്ട് അഹോരാത്രം പണിപ്പെടുന്ന ആളുകളാണ് ഈ ലഹരിക്കെതിരെ ബോധവൽക്കരണമായിട്ട് നടക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് ഇപ്പം ലഹരി സംഘത്തെ പിടികൂടാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം നടത്തിയ ഒരു വാർത്ത ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇവരങ്ങ് ഈ ലഹരി മാഫിയ എന്ന് പറഞ്ഞത് അങ്ങ് അർമാദിക്കുകയാണ്. അവരൊക്കെ ആരെയും പേടിയില്ല. എന്നുവെച്ചാൽ ഭരണക്കാരുടെ തണലിലാണ് അവർ ഇങ്ങനെ അർമാദിക്കുന്നത്. അപ്പോൾ അത് ഇനി കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമുണ്ടോയെന്ന് അറിയത്തില്ല. ഇവർ ഇത് ബോധവൽക്കരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. വിവരങ്ങൾ കൊടുക്കുന്നതിനൊക്കെ നേരത്തെ ഈ ലഹരിക്കെതിരെ വിവരങ്ങൾ കൊടുത്താൽ അവരുടെ പേര് പരസ്യപ്പെടുത്തത്തില്ല, അവർ നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞ് എക്സൈസിൻ്റെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വെറുതെയാണ്. ഇവർക്ക് ഈ വിവരം ചോർത്തി കൊടുത്ത ആൾക്കാരെയൊക്കെ അവസാനം പുലിവാല് പിടിച്ചിട്ടുണ്ട്, അവർക്ക് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി വാർത്തകൾ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ പോലും EP ജയരാജൻ പറയുന്നത് കള്ളിന് ഗ്ലൂക്കോസിനേക്കാൾ പവർഫുള്ളാണ്, പനങ്കള്ള് ബെഡ് കോഫിയേക്കാൾ ഗുണകരമാണ് എന്നൊക്കെ പറഞ്ഞു. നേരത്തെ തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് കള്ള് പോഷകാഹാരമാണെന്നൊരു നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഏത് നേതാവാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഗോവിന്ദൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം CPM-കാർ മദ്യപിക്കരുത്, ബാറ് വേണമെങ്കിൽ നടത്തിക്കോ, ആളുകളെ കുടിപ്പിച്ചോ, പക്ഷേ മദ്യപിക്കരുതെന്നാണ് ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നത്. മദ്യപിക്കുന്നവരെ പാർട്ടിക്ക് വേണ്ടത്രേ. മദ്യപിക്കുന്നവരെ ആണെന്ന് ചൂണ്ടിക്കാട്ടിയാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. ലഹരിക്കെതിരെ ജനകീയ കവചവുമായിട്ട് DYFI രംഗത്ത് വന്നിട്ടുണ്ട്. ലഹരി മാഫിയയെ നിരീക്ഷിക്കാനായിട്ട് 2500 സ്ക്വാഡുകളെയാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. ഭയങ്കര സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ പാർട്ടിയിലുള്ള ഇവരെ തന്നെ കണ്ടുകിട്ടിയ ഇവർ എന്തോ ചെയ്യാൻ പോണേ? ഇവർ ലഹരി വിൽക്കുന്ന ആൾക്കാരില്ലേ ഇവരുടെ പാർട്ടിയിൽ?